ആൾക്കാരും സ്ട്രേഞ്ചേഴ്സ് ആണ്. നിങ്ങൾ പരിചയമുള്ളവരുണ്ടാവും, പരിചയമില്ലാത്തവരുണ്ടാവും. നമ്മൾ പുതിയ പുതിയ കണക്ഷൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്യാമ്പ് കാര്യങ്ങളൊക്കെ വരുന്നത്. മൂന്നാർ ക്യാമ്പിൽ പോകണം. കണ്ണൂർ കിച്ചണിൽ ഫുഡ് കഴിക്കാൻ കയറാം. ഇതാണ് നമ്മുടെ ബസ്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കണ്ണൂർ കിച്ചണിലോട്ട് കയറാണ്. നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ആലുവ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുനിന്നാണ്. അവിടെ നിന്ന് തുടങ്ങി ഇപ്പോൾ കണ്ണൂർ കിച്ചണിൽ ഫുഡ് കഴിക്കാനായിട്ട് ഇതൊക്കെ നമ്മുടെ സ്ട്രേഞ്ചേഴ്സായിട്ട് വന്നവരാണ്. അങ്ങനെ ഫുഡ് അടിപ്പുകളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. ഇടയിൽ പിള്ളേർ ബസ്സിൻ്റെ ഡാൻസും പരിപാടിയും ഒക്കെ കഴിഞ്ഞവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു സ്ട്രേഞ്ചേഴ്സാണെന്ന് തോന്നില്ല. അതായത് കുറേ കമ്പനി ഇപ്പോൾ കോളേജ് ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോണ പോലെയാണ് ആ ഒരു ഫീൽ കിട്ടുക. അങ്ങനെ ഫസ്റ്റ് ടൈം കണ്ടതാണ് ആ ഒരു സംഭവം ഒന്നും കിട്ടില്ല. എല്ലാവരും നല്ല ഉഷാറ് അടിപൊളി. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലെത്തി. ഇവിടെ നിന്ന് നമ്മളൊരു ജീപ്പ് ഒരു പിക്ക് ചെയ്യാനായിട്ട് ഞാൻ ജീപ്പിൽ കയറി പോകണം. അങ്ങനെ അവിടെ നമ്മുടെ ജീപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ജീപ്പ് ട്രക്കിംഗ് നമ്മുടെ ക്യാമ്പ് സൈഡിലോട്ട് പോകണം. ഒരു ക്യാമ്പ് ടോപ്പ് മൂന്നാർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ ജീപ്പും കഴിഞ്ഞ് നമ്മുടെ പിന്നെ കുറച്ച് നടക്കണം. ജീപ്പ് ട്രക്കിംഗ് കഴിഞ്ഞ് പിന്നെ നടക്കാനുള്ള വഴിയാണ്. അങ്ങനെ വഴിയിലൊക്കെ കൂടെ നടന്ന് കുറച്ചെടുത്തുമ്പോഴാണ് നമ്മുടെ ക്യാമ്പ് സൈറ്റ് വരുന്നത്. മീൻസ് അടിപൊളിയാണ്. നല്ല എക്സ്പീരിയൻസ്, നല്ല ക്ലൈമറ്റ് ആയിരുന്നു. എടുത്ത് പറയുകയാണെങ്കിൽ സൂപ്പർ ക്ലൈമറ്റ്, നല്ല അടിപൊളി പിള്ളേരും, നല്ല വൈബുള്ള പിള്ളേരും, എല്ലാവരും അടിപൊളി. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു ട്രിപ്പ്. അങ്ങനെ നമ്മുടെ അത് കഴിഞ്ഞ് നമ്മൾ ക്യാമ്പ് സൈറ്റിലോട്ട് എത്തിയിട്ട് കുറച്ച് നടന്ന് അങ്ങനെ കുറച്ച് നേരം നടക്കാം. അവിടെ നമ്മുടെ ഇതേപോലെ തന്നെ കുറേ സൈഡിലുള്ള സ്ഥലങ്ങളൊക്കെ കാണാം. പിന്നെ നമ്മുടെ ക്യാമ്പ് സൈറ്റിൽ വരെ മൊത്തം ടെൻറ്റ് സ്റ്റേകളാണ്. അതായത് കുറേ കോട്ടേഴ്സ് പോലത്തെ ടെൻറ്റ് സ്റ്റേകൾ. ഇപ്പോൾ ഈ കാണുന്ന പോലെ ഈ നിറച്ച് ടെൻറ്റ് സ്റ്റേസാണ്. അതും ഈ മണ്ണിലല്ല ടെൻറ്റ് ചെയ്യാൻ നെക്സ്റ്റ് കുക്കി ഒരു ബെഡും നമ്മളൊക്കെ ആയിട്ട് അടിപൊളി സ്റ്റേ. ഒരു 2-3 പേർക്ക് സുഖമായിട്ട് കിടക്കാൻ പറ്റും ടെൻറ്റിൽ. അത്രയും അത്യാവശ്യം വളരെ സ്പേസ് ആയിട്ടുള്ള ടെൻറ്റാണ്. അങ്ങനെ നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ വെച്ച് ഒപ്പം പിള്ളേരൊക്കെ ഇങ്ങനെ ബാഗൊക്കെ ആയിട്ട് പോയി. അവിടെ നമുക്ക് ഒരു സ്ഥലം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇരിക്കാൻ വേണ്ടി സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇതാണ് നമ്മുടെ ഒരു മുകളിലൂടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഏറ്റവും അടിയിലാണ് നിൽക്കണം. അങ്ങനെ ഒരു ടെൻറ്റും കാര്യങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് നല്ലൊരു വ്യൂ ആണ്. പിന്നെ അവിടെ കുറേ ഫോട്ടോ എടുക്കാനുള്ള സ്ഥലങ്ങൾ, മീൻസ് ഒരു മരത്തോണ്ടൊക്കെ ഉണ്ടാക്കി കുറേ കസേര അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമൊക്കെ ആയിട്ടുള്ള സ്ഥലങ്ങൾ. അങ്ങനെ എല്ലാവരും ഓരോ ടെൻറ്റൊക്കെ ബാഗ് വെച്ച് ബുക്ക് ചെയ്തൊക്കെ തുടങ്ങി. എല്ലാവരും ഒരു ഇതിലേക്ക് കയറി. പിന്നെ ഇന്ന് ഇപ്പോൾ വലിയ പരിപാടികൾ വെച്ച് കഴിഞ്ഞാൽ കുറേ ഗെയിംസ്, കുറച്ച് ഇൻട്രാക്ഷൻസ് അങ്ങനത്തെ കുറച്ച് പരിപാടികളാണെന്നുള്ളത്. അപ്പം അങ്ങനെ എല്ലാവരും ഒന്ന് സെറ്റിലായി കഴിഞ്ഞപ്പോൾ ഗെയിംസ് തുടങ്ങുന്ന സ്ഥലത്തോട്ട് പോയി. അപ്പോൾ നമ്മുടെ എല്ലാവർക്കും ഒരുമിച്ചിരിക്കാൻ പറ്റിയ സ്ഥലം, വലിയൊരു ഹട്ട് പോലത്തെ സ്ഥലം. അങ്ങനെ എല്ലാവരും നൈറ്റ് ഒരു 7 മണിയൊക്കെ ഉണ്ടാവും. അങ്ങനെ പോയി ഇപ്പോൾ എല്ലാവരും ഓരോ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. നമ്മൾ ആരാണ്, എന്താണ്, എവിടെ നിന്നാണ്, ഒട്ടും അറിയാത്ത ആൾക്കാരല്ലേ. അപ്പോൾ അതൊക്കെ പരിചയപ്പെടുത്തുക. കമ്പനി ആവല്ലായിരുന്നു. പിന്നെ കുറേ ഗെയിംസ് പരിപാടികൾ, ചിരി കളി, അങ്ങനത്തെ കുറേ പരിപാടികൾ അന്നുണ്ടായിരുന്നു. അന്നത്തെ ദിവസം കഴിഞ്ഞ് ഇതേപോലെ കുറേ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള സെഷൻസ് ഒക്കെ ഉണ്ടാവും. കുറേ സംസാരിക്കുക. അങ്ങനെ അന്നത്തെ കഴിഞ്ഞ് മെയിനായിട്ടുള്ളത് ഫുഡ് അടിയാണ്. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ അതേപോലെ കുറേ പേര് വർത്താനൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ അങ്ങനെ അന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പതുക്കെ ടെൻറ്റിലോട്ട് പോയി കിടന്നുറങ്ങി. അപ്പോൾ അതാണ് ഫസ്റ്റ് ഡേ. ബാക്കി നാളെ കാണാം. ബൈ.